Hi friends, welcome to AYCHU'S kitchen. ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഹോം മെയ്ഡ് ക്രീം ചീസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ക്രീം ചീസ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ക്രീം ചീസിന് ഒരു ചെറിയ ബോക്സിന് തന്നെ നല്ല റേറ്റ് ആവും. അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ക്രീം ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. പാക്കറ്റ് പാലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. 1/2 ലിറ്ററിൻ്റെ 2 പാക്കറ്റ് പാലാണ് ഇപ്പോൾ ഞാൻ പൊട്ടിച്ചിട്ട് ഈ സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഈ പാലൊന്ന് ചൂടായി വന്നാൽ നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വിനെഗർ ചേർത്ത് കൊടുത്തിട്ട് ഈ പാല് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പിരിച്ചെടുക്കണം. ഇപ്പോൾ പാലൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വിനെഗർ ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് ഈ പാല് പിരിച്ചെടുക്കണം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ വിനെഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1/2 ടേബിൾ സ്പൂണിൻ്റെ മെഷർമെൻറ്റുള്ള സ്പൂണാണ്. അതിൽ 2 പ്രാവശ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വിനെഗറാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ പാല് കുറേശ്ശെ പിരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി വിനെഗർ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ വിനെഗർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതുപോലെ കുറേശ്ശെ കട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പിരിച്ചെടുക്കണം. പാല് കംപ്ലീറ്റ് ആയിട്ട് പിരിഞ്ഞിട്ട് കട്ട വേറായിട്ടും വെള്ളം വേറായിട്ടും കെടുക്കണം. അപ്പോൾ അതുവരെ നമുക്ക് കുറേശ്ശെ വിനെഗർ ചേർത്ത് കൊടുത്തിട്ട് പിരിച്ചെടുക്കണം. നമുക്ക് 1/2 ടേബിൾ സ്പൂൺ വിനെഗർ കൂടി ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇത് ചേർത്ത് കൊടുത്തേക്കന്നെ ഇത് നന്നായി പിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ പിരിഞ്ഞ് കിട്ടണം. കട്ട വേറായിട്ടും വെള്ളം വേറായിട്ടും ഇതുപോലെ പിരിഞ്ഞ് കിട്ടണം. ഇതൊരു ലൈറ്റ് യെല്ലോ കളറിലുള്ള വെള്ളമായിട്ട് കിട്ടും. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് അരിച്ചെടുക്കാം. ഞാൻ അതിൻ്റെ അടിയിൽ ഒരു ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ അരിച്ചെടുത്തിട്ടുള്ള വെള്ളം നല്ല ഹെൽത്തി ആയിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ നമുക്ക് ചപ്പാത്തി കുഴക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കത് മാറ്റി വെക്കാം. ഇനി നമ്മൾ അരിപ്പയിൽ അരിച്ചെടുത്തിട്ടുള്ളത് ഒന്ന് കഴുകിയെടുക്കാം. ആ വിനെഗറിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് കഴുകി കളയാം. ഞാനിത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് പാക്കറ്റ് പാലല്ലേ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പാക്കറ്റ് പാലായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. നിങ്ങൾക്ക് വീടുകളിൽ നിന്ന് കിട്ടുന്ന നല്ല ഫ്രഷ് പാലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നില്ല. അപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഹോം മെയ്ഡ് ക്രീം ചീസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇത് നമുക്ക് കേക്ക് ഫ്രോസ്റ്റിങ്ങിനൊക്കെ പറ്റിയ നല്ല ക്രീം ചീസാണ്. അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.